ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തതായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടാട്ടമാണ്. പാവയ്ക്ക കൊണ്ടാട്ടം ഒരുവിധം എല്ലാവർക്കും അറിയാം, പക്ഷേ എൻ്റെ രീതി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. പാവയ്ക്ക കൊണ്ടാട്ടത്തിനായി ഞാൻ എടുത്തത് 2 വലിയ പാവയ്ക്കയാണ്. നമ്മളെ നാട്ടിൽ കൈപ്പക്ക എന്ന് പറയും. അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുക്കണം. കാരണം കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുത്താൽ മാത്രമേ വെയിലത്തിട്ട് ഉണക്കുമ്പോൾ നല്ലവണ്ണം ഉണങ്ങി കിട്ടൂ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. കൈപ്പക്കയിലേക്ക് ചേർത്ത് പിടിപ്പിക്കാൻ 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് ഒരു ബൗളിലേക്ക് അത് മാറ്റുക. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കണം. കാരണം കൈപ്പക്കയിലേക്ക് പിടിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഉപ്പും അതുപോലെ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്ത ബൗളിലേക്ക് മാറ്റുക. പിന്നീട് മുളക് പൊടിയാണ് ആവശ്യം. മുളക് പൊടിയും നേരത്തെ ചേർത്ത മഞ്ഞൾ ഉപ്പ് ചേർത്ത ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം 2-3 ടേബിൾ സ്പൂൺ വെള്ളമൊന്നും ആവശ്യമില്ല. ഈ കൈപ്പക്കയിലേക്ക് കുഴച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ വെള്ളവും ബൗളിലേക്ക് ഒഴിക്കുക. അതിനുശേഷം കൈപ്പക്ക, നേരത്തെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ച കൈപ്പക്ക മഞ്ഞൾ, മുളക്, ഉപ്പ്, വെള്ളം ഒഴിച്ച ബൗളിലേക്ക് ചേർക്കുക. പകുതിയായി ചേർത്ത് പിടിപ്പിക്കുക. മുഴുവനായിട്ടും കുഴച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ വട്ടത്തിൽ സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തത് ഷേപ്പ് മാറാൻ സാധ്യതയുണ്ട്, അതായത് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പകുതിയായിട്ട് മൊത്തത്തിൽ നമ്മൾ പാവയ്ക്കയിലേക്ക് തേച്ച് പിടിപ്പിക്കുക. പാവയ്ക്കയിലേക്കും മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവി കയറ്റാൻ വെക്കാം. ഒരു 10-15 മിനിറ്റ് ആവി കയറ്റാൻ വെക്കാം. പാവയ്ക്ക 10 മിനിറ്റ് ആവി കൊണ്ട ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. കഴിഞ്ഞ് ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെയാണ് പാവയ്ക്ക കിട്ടുന്നത്. പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം വെന്തിട്ടാണ് ഉള്ളത്. 1/4 ഭാഗം വെന്തതിനെ ഒരു ബൗളിലേക്ക് മാറ്റി അതിൻ്റെ ചൂട് തണിഞ്ഞതിന് ശേഷം ഞാൻ വെയിലത്ത് വെച്ച് 2 ദിവസം വെയിലത്ത് വെച്ചതിന് ശേഷം ഇതുപോലെയാണ് എനിക്ക് കിട്ടിയത്. ശരിക്കും ഉണങ്ങിയോ എന്നറിയാൻ നമ്മൾ അതെടുത്തതിന് ശേഷം ഒന്ന് പൊട്ടിച്ച് നോക്കുക. അപ്പോൾ പൊട്ടുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി വേവിക്കണം. ഇതുപോലെ പൊട്ടണം. ഞാനിത് കുറച്ച് ഒരു 2-3-4 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള കൈപ്പക്ക. ഇതുപോലെ നല്ലതുപോലെ ഉണങ്ങിയാൽ മാത്രമേ കുറേ നാളത്തേക്ക് നമുക്ക് വെക്കാൻ പറ്റൂ, അല്ലെങ്കിൽ വേഗം പൂത്തു പോകും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ലൈസായിട്ട് നേർത്ത രീതിയിൽ അരിഞ്ഞാൽ മാത്രമേ 4-5 ദിവസം കൊണ്ട് ഇതുപോലെ ഉണങ്ങുകയുള്ളൂ. നമുക്കൊന്ന് കൈപ്പക്ക കൊണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ഒരു ചീനച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൈപ്പക്ക കൊണ്ടാട്ടം ആഡ് ചെയ്യുക. കണ്ടോ, പൊരിഞ്ഞു വരുന്നത് കണ്ടോ? ഇതുപോലെ നമുക്ക് കിട്ടണം. കരിഞ്ഞു പോവാതെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ അതൊരു ബൗളിലേക്ക് മാറ്റുക. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്യണം. ബൈ ബൈ.